ഭരണമാറ്റത്തിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുരുക്കിലാക്കി അന്വേഷണ സംഘം. രാഹുലിനെതിരെ മൂന്നാം ബലാത്സംഗ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന്റെ തൊട്ടു പിന്നാലെയാണ് കുറ്റപത്രം നൽകിയത്. പരാതിക്കാരിയുടെ മൊഴി വിശ്വസിച്ചാണ് അന്വേഷണം പൂർത്തിയാക്കിയതെന്ന് കുറ്റപത്രം. നിതിൻ തോമസ് വിവരങ്ങളുമായിട്ടുണ്ട്. നിതിൻ, കുറ്റപത്രത്തിൽ നിന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുള്ളൂ, എങ്ങനെയാണ്? നിതിൻ, കേൾക്കാമോ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള കുറ്റപത്രം ഇപ്പോൾ സമർപ്പിച്ചിരിക്കുകയാണ് അന്വേഷണ സംഘം. പരാതിക്കാരിയുടെ മൊഴി വിശ്വസിച്ചാണ് അന്വേഷണം പൂർത്തിയാക്കിയതെന്ന് കുറ്റപത്രത്തിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. 3 കേസുകളിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ ഒരിടത്ത് കോൺഗ്രസിൽ UDF-ൽ മുഖ്യമന്ത്രിയായ തരത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള കുറ്റപത്രം ലൈംഗിക പീഡന പരാതികളിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. രാഹുലിനെതിരെ വിവിധ കേസുകളുണ്ട്. അതിൽ 3 കേസുകളിലെ ആദ്യത്തെ കുറ്റപത്രമാണ് ഇപ്പോൾ പോലീസ് സമർപ്പിച്ചിരിക്കുന്നത്. പരാതിക്കാരിയുടെ മൊഴിയിലെ വിശ്വാസ്യത കണക്കിലെടുത്തുകൊണ്ടാണ് കുറ്റപത്രം സമർപ്പിച്ചതെന്ന് പോലീസ് അറിയിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ പാലക്കാട് MLA രമേശ് പിഷാരടിയാണ്. MLA സ്ഥാനത്ത് നിന്ന് രാഹുലിന്റെ കാലം കഴിഞ്ഞിരിക്കുന്നു. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ്. കോൺഗ്രസിൽ നിന്നും രാഹുലിനെ പുറത്താക്കിയിരുന്നു. രാഹുൽ കോൺഗ്രസിന്റെ വിജയാഘോഷങ്ങളിലൊക്കെയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിരുന്നു പലയിടങ്ങളിലെ, പാലക്കാടും അടൂരിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ. എന്തായാലും ഇപ്പോൾ SIT പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു എന്നുള്ള വാർത്ത നമുക്ക് മുൻപിലേക്ക് എത്തിയാണ്. നിതിൻ തോമസ്, നിതിൻ, വിവരങ്ങൾ. മൂന്നാം ബലാത്സംഗ കേസിലാണ് ഇപ്പോൾ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ആദ്യം ഒരു കേസ് നൽകി, അതിൽ രാഹുൽ മാങ്കൂട്ടം ഒളിവിൽ പോവുകയായിരുന്നു. രണ്ടാമത് വീണ്ടും ഒരു കേസ് വന്നു, അതിലും ഒളിവിൽ പോയി ജാമ്യം നേടുകയായിരുന്നു. മൂന്നാമത്തെ കേസ് വളരെ രഹസ്യമായിട്ടാണ് കേസ് നൽകിയത്. അതിന് പിന്നാലെയാണ് പാലക്കാട് നിന്നും രാഹുൽ മാങ്കൂട്ടം അറസ്റ്റിലാകുന്നത്. ആ കേസിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. 3 കേസുള്ളതിൽ ആദ്യമായിട്ടാണ് ഒരു കേസിൽ കുറ്റപത്രം കോടതിക്ക് മുന്നിൽ സമർപ്പിക്കുന്നത്. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിലാണ് ഇപ്പോൾ കേസ് സമർപ്പിച്ചിരിക്കുന്നത്. കുറ്റപത്രത്തിൽ പരാതിക്കാരിയുടെ മൊഴി വിശ്വസിച്ചാണ് അന്വേഷണം പൂർത്തിയാക്കിയത് എന്നാണ് കുറ്റപത്രത്തിലുള്ളത്. അതുപോലെ തന്നെ പരാതിക്കാരിയുടെ വസ്ത്രത്തിന്റെ രാസപരിശോധന ഫലവും നിലവിൽ ലഭിക്കാനുണ്ട്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ കേസ് നൽകിയ പെൺകുട്ടി അവർ വിദേശത്താണ്. അതുകൊണ്ട് തന്നെ വിദേശത്ത് നിന്നും മൊഴി രേഖപ്പെടുത്തുക ദുഷ്കരമായിരുന്നു. അതിനാൽ മൊഴി രേഖപ്പെടുത്തണമെന്നുള്ള ഒരു നിബന്ധന വന്നപ്പോൾ തന്നെ ഇന്ത്യൻ എംബസി വിദേശത്തെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് നടത്തി. അതിനുശേഷം തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ഓൺലൈനിലൂടെയാണ് മൊഴി രേഖപ്പെടുത്തിയത്. പിന്നീട് 3ാമത്തെ കേസിൽ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു പോലീസ്. നിതിൻ തോമസ് വിവരങ്ങൾ നൽകിയത്.